2026 ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോറൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആക്ച്വലി ലാസ്റ്റ് ഇയറിൽ നമ്മുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിലും നമുക്ക് അങ്ങനെ ഫാബ്രിക്കിന്റെ കളക്ഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറഞ്ഞ ഓണം ഡിസൈൻസ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആട്ടോ, ഈ ഒരു പ്രൊഡക്റ്റിന്റെ വീഡിയോയും കൂടെയാണ്. അപ്പൊ ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡിസൈൻസ്, എനിക്ക് തോന്നുന്നില്ല ഓൺലൈനിൽ തന്നെ ഇത്രയും ഡിസൈൻസ് ഓണത്തിന് കൊണ്ടുവന്ന വേറൊരു യൂണിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതും വെറൈറ്റി ആയിട്ടുള്ള ഫാബ്രിക്കിനകത്തേക്കും മെയിൻലി നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ഫോക്കസ് ചെയ്ത മൽച്ചന്തേരി ഫാബ്രിക്കിനകത്തേക്കായിരുന്നു. സ്പെഷ്യലി അത് കഴിഞ്ഞിട്ട് നമ്മൾ കോറ കോട്ടനും ഹക്കോബയും എല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തു. ആദ്യത്തെയൊക്കെ നമ്മുടെ ഓണത്തിനൊക്കെ നമുക്ക് ആകെപ്പാടെ ഒരു 2-3 യൂണിറ്റുകളിലൊക്കെ നമുക്ക് ആകെ ഒരു കോർഡിനേഷൻ ആയിട്ട് നമ്മൾ അവരും കൂടെ കൂട്ടിക്കൊണ്ട് നമ്മൾ എംബ്രോയിഡറി കുർത്തീസ്, അത് മെയിൻലി സ്ലബ് സിൽക്കിനകത്തേക്ക്, അത് മാത്രമായിരുന്നു ഫ്ലോറൻസയുടെ കുറെ നാളത്തേക്കിനുള്ള പ്രൊഡക്റ്റുകൾ. പക്ഷേ ഇപ്രാവശ്യം ഫ്ലോറൻസ് അത്യാവശ്യം വളർന്നു. നമ്മൾ കുറെ കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ മോഡൽസിലേക്ക് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ അത്രയും ഏറ്റവും നല്ലൊരു ഓണമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒരു 90% പ്രൊഡക്റ്റ് നമ്മൾ ഇവിടുന്ന് ഇന്നലെയൊക്കെ ആയിട്ട് നമ്മളിവിടുന്ന് ഡിസ്പാച്ച് ചെയ്തു. ബാക്കി ഓൾമോസ്റ്റ് ഫുൾ ആയിട്ട് തന്നെ നമ്മളൊരു ബൈ വെനസ്ഡേക്ക് മുന്നേ ആയിട്ട് നമ്മളെല്ലാം തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും. സൂററ്റിലെ ആ ഒരു വെള്ളപ്പൊക്കവും കാര്യമൊക്കെ കുറച്ച് നമ്മുടെ പ്രൊഡക്ഷനെയൊക്കെ ഒന്ന് ബാധിച്ച് ഫാബ്രിക് ഒക്കെ നമ്മൾ പ്രീ ബുക്ക് ചെയ്തതൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ഒക്കെ സംഭവിച്ചു. അതുകൊണ്ടാട്ടോ, ഇല്ലെങ്കിൽ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് അതിനായിട്ട് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് നമ്മൾ നേരത്തെ, അതായത് ഒരു ഓഗസ്റ്റ് 10 മുന്നേ ആയിട്ട് തന്നെ ഇവിടുന്ന് എല്ലാം ഡിസ്പാച്ച് ചെയ്യണം എന്നൊക്കെയായിരുന്നു നമ്മുടെ പ്ലാനിങ്. നമ്മളൊന്ന് ചിന്തിക്കുന്നു, ദൈവം വേറൊന്ന് ചിന്തിക്കുന്നു എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പൊ അതുപോലെ തന്നെ ചിലപ്പം അതിനെതിരായിട്ടൊക്കെ ചിലപ്പോൾ പലതും സംഭവിക്കും. അങ്ങനെ വന്നൊരു ഡിലേ ഉണ്ട്. എന്നാലും എല്ലാവർക്കും തന്നെ ഓണത്തിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ ഓണം പ്രോഗ്രാമിന് മുന്നേ ആയിട്ട് കിട്ടുന്ന രീതിയിലേക്ക് നമ്മളിവിടെ എങ്ങനെയാണ് നമ്മൾ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കും. കൊറിയർ നമ്മൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കയ്യിൽ എത്തിച്ചിരിക്കും. അപ്പൊ അതേപോലെ തന്നെ 2-3 കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. ഇതൊക്കെ ആയിട്ട് എൻക്വയറി മീൻസ് കിട്ടുമോ, അല്ലെങ്കിൽ അതിന് മുന്നേ കിട്ടുമോ, പ്രോഗ്രാമിന് മുന്നേ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേരുടെ ടെൻഷൻസും കാര്യങ്ങളുണ്ടാവും. കസ്റ്റമർ കെയറിൽ നമ്മളിപ്പോൾ 3 പേരെ നമ്മൾ ഇരുത്തിയിട്ടുണ്ട്. അത്രയും മെയിലിനും മെസ്സേജിനും അതേപോലെ തന്നെ കോൾസിനും എല്ലാമായിട്ട് മറുപടി നമ്മൾ മാക്സിമം കൊടുക്കുന്നുണ്ട്. ഒരു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 2-3 കോൾ അന്നേരം വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഫോൺ ഒന്ന് താഴെ വെച്ചിട്ട് വേണ്ടേ നമുക്കിതൊന്ന് തിരിച്ചു വിളിക്കാൻ പറ്റണ്ടേ. നേരത്തെ അടുത്ത കോള് വരും. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് മാക്സിമം നിങ്ങൾ ഒന്ന് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ 1-2 പ്രാവശ്യം അല്ലെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് വിളിക്കുക കേട്ടോ. അല്ലെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടീം നമ്മൾ അത്രയും മെസ്സേജസ് ഉള്ളത് കൊണ്ടാണ് കുറച്ചൊരു ഡിലേ ആവുന്നത് നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട്. ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ത്രൂ ഓർഡർ എടുത്തു, അത് നിങ്ങൾ കണ്ടോന്നോ അല്ലെ അതൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് വാട്സാപ്പിലും കൂടെ മെസ്സേജ് അയക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മളെല്ലാം ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും തന്നെ കിട്ടും, ആരും ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. മാക്സിമം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓണം ആയതുകൊണ്ട് തന്നെ ഈ യൂണിറ്റ് ഒരു അത്രയും എക്സ്ട്രാ വർക്കിംഗ് അവേഴ്സ് ഇവിടുത്തെ നമ്മുടെ ഓൺലൈനിലെ ടീമാണെങ്കിലും അതേപോലെ തന്നെ സ്റ്റിച്ചിങ് യൂണിറ്റുകാരാണെങ്കിലും ഒരു ഹോളിഡേ ഒന്നുമില്ല. നാളെ സൺഡേ ആണ്, എല്ലാവരും തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ലാസ്റ്റ് മിനിറ്റിലൊക്കെ വന്ന ഓർഡറുകൾ ഇഷ്ടം പോലെയുണ്ട്. കാരണം നമ്മളിപ്പോൾ എന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് വീഡിയോ കണ്ടു, അല്ലെങ്കിൽ ഇപ്പോഴാണ് ഞങ്ങൾ വീഡിയോ കണ്ടെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്കും തിങ്കളാഴ്ച തന്നെ പ്രൊഡക്റ്റ് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ വന്ന കുറേ ഓർഡേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം എത്ര ഓവർ ടൈം വർക്ക് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ ഇവിടുന്ന് മാക്സിമം എല്ലാം തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം പറയുവാണ്, നമ്മുടെ കസ്റ്റമർ കെയർ എന്ന് പറയുന്നത് നമുക്കൊരു വർക്കിംഗ് അവർ ഉണ്ട് കേട്ടോ. അതായത് ഒരു 9:30 അല്ലെങ്കിൽ ഒരു 10 തൊട്ടിട്ട് നമുക്കൊരു 6 PM വരെ നമുക്ക് ഇവിടെ കസ്റ്റമർ കെയറിലെ സ്റ്റാഫുകൾ ഉണ്ടാവത്തുള്ളൂ. അല്ലാത്തപ്പോൾ നമ്മളിവിടെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, വെബ്സൈറ്റിന്റെ ഇതിന്റെ പ്രിന്റ് എടുക്കാനോ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നമ്മൾ പിറ്റേ ദിവസം വന്ന് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ രാത്രി 12 മണിക്കും 9 മണിക്കും 10 മണിക്കും രാത്രി വെളുപ്പിന് 2 മണിക്കും ഒക്കെ വരെ ഇതിനകത്ത് മിസ് കോൾ വന്ന് കിടപ്പുണ്ടാകും. നമ്മുടെ ഈ ഓഫീസ് 24 hours അല്ല, അല്ലെങ്കിൽ കസ്റ്റമർ കെയർ 24 hours അല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ ഒരു ഓഫീസ് ടൈം ഉണ്ടല്ലോ, ഒരു മാക്സിമം ഒരു 6 മണിക്ക് മുന്നേ ആയിട്ട് വിളിക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് ശേഷമാണ് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ഒരു ക്വയറി വരുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിടുക. അത് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ സ്റ്റാഫുകൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന് തിരിച്ച് റിപ്ലൈ ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. മാക്സിമം മെസ്സേജിന് നമ്മൾ ഇവിടുന്ന് പരമാവധി നമ്മൾ റിപ്ലൈ കൊടുക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് വിളിക്കുകയോ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മുടെ ഫ്ലോറൻസ ബൈ ലിൻഡ എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് ഒരു പേജും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫേക്ക് പേജ് അല്ല കേട്ടോ, നമ്മളൊരു സ്റ്റാൻഡ് ബൈ അല്ല ഒരു സെക്കൻഡറി ആയിട്ട് നമ്മൾ ഒരു പേജും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാണ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള പല പേജുകളും മെറ്റയുടെ ഒക്കെ അൽഗോരിതം ഇതൊക്കെ മാറിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റ് ആയി പോകുന്നുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിന് പിന്നെ ചിന്തിക്കുമ്പോൾ അയ്യോ ഇപ്പോഴത്തേക്ക് 2 ലക്ഷത്തി സംതിങ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ആ പേജ് ഇപ്പൊ കാണാനില്ലല്ലോ, അപ്പൊ ബാക്കിയുള്ളതിനകത്ത് ഏതാ ഫേക്ക് എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ മിക്ക വീഡിയോസിന്റെ കൂട്ടത്തിലേക്ക് നമ്മൾ കൊളാബ് ചെയ്യുന്നുണ്ട്. ഫ്ലോറൻസ ബൈ ലിൻഡ എന്ന് പറഞ്ഞ ആ ഒരു പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ നമ്മുടെയൊക്കെ പേജിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു പേജും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക, ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. ഇൻ കേസ് നാളെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, എന്തെങ്കിലും സംഭവിച്ചു നമ്മുടെ ഈ ഒരു പേജിന് മീൻസ് ഡിലീറ്റ് ആവോ അല്ലെങ്കിൽ അക്കൗണ്ട് റിമൂവ് ആവോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ
വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു പേജും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്തേ ഉള്ളൂ. ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ് മീൻസ് എൻ്റെ ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോസും ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഈസി ആയിട്ട് തന്നെ എൻ്റെ ഫോട്ടോസ് അതിനകത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. വാട്സാപ്പ് ത്രൂ ഒക്കെ ആയിട്ട് ഒരുപാട് സെയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ നല്ല പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ 2000-ൻ്റെയും 3000-ൻ്റെയും ഒക്കെ പ്രൊഡക്റ്റുകൾ എടുത്തിട്ട് 599, 499 എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും അതിനകത്തൊക്കെ പോയി വീഴുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം മാക്സിമം എല്ലാ കസ്റ്റമേഴ്സും എന്ത് ചെയ്യുക, വെബ്സൈറ്റ് ത്രൂ തന്നെ ഓർഡർ ചെയ്യുക. നമ്മുടെ ഇപ്പം പുതിയ വെബ്സൈറ്റ് ആണ്, ഭയങ്കര ഈസിയാണ് അതിൽ നിന്ന് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൺസ് നിങ്ങളുടെ അഡ്രസ്സൊക്കെ സേവ്ഡ് ആണെങ്കിലും മാജിക് ചെക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എല്ലാം അത്ര അറിയത്തില്ല മീൻസ് അത്യാവശ്യം ഒരു വാട്സാപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ അറിയുന്ന ഏതൊരാൾക്കും നമ്മുടെ വെബ്സൈറ്റ് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു തവണ നിങ്ങൾ അതിൽ കൂടെ ഓർഡർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ നമ്മുടെ വാട്സാപ്പിലെ സ്റ്റാഫിന്റെ റിപ്ലൈക്ക് വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യത്തില്ല. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഓണം പ്രൊഡക്ട്സ് ഓർത്തിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട, എല്ലാം തന്നെ നമ്മൾ ഇവിടുന്ന് കറക്റ്റ് ടൈമിൽ തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, ഇത് നമ്മളൊരു ഫ്ലെയർ പാറ്റേണിലേക്ക് വന്നേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓണത്തിനും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 പീസ് സെറ്റ് ആട്ടോ, കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക്. ഇപ്പം ഇതിന്റെ ഈ ഒരു 2 സൈഡിലേക്കായിട്ട് ചെറുതായിട്ടൊരു എംബ്രോയിഡറി വർക്കും അതിന്റെ മുകളിലേക്ക് ഒരു ബീഡ്സിന്റെ വർക്കും കൂടെ വന്നേക്കുന്ന ഒരു ഫാബ്രിക്കും കൊണ്ടാണ് ഈ 2 സൈഡിലേക്ക് ചെയ്തേക്കുന്നത്. ഒരു ഹാഫ് പ്രിൻസസ് കട്ട് പാറ്റേണിലേക്ക് എന്ന് പറയാം. മിഡിലെ പോർഷനിലേക്കായിട്ട് പ്ലെയിൻ ആയിട്ടും ദുപ്പട്ടയാട്ടോ കുറച്ചുകൂടെ ഹെവി ആയിട്ട് വന്നേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓണം തന്നെ പറയാം, കാരണം അതിനകത്തേക്ക് ആ ഒരു വന്നേക്കുന്ന ഒരു ആന്റി ഗോൾഡ് കളറിലേക്കുള്ള ഒരു ജറിയുടെ ഒരു എംബ്രോയിഡറി വർക്കും അതിന്റെ മുകളിലേക്ക് കട്ട് ബീഡ്സിന്റെ വർക്കും കൂടെയാണ്. സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ചെയ്തേക്കുന്നു സെയിം അതേ കോമ്പിനേഷനും കൊണ്ട് തന്നെയാട്ടോ. സ്ലീവിന്റെ എൻ പോർഷനിലേക്കും ടോപ്പിന്റെ ഹെം ലൈനിലേക്കുമായിട്ട് നല്ല വലിയൊരു ലേസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് പ്ലെയിൻ എയർലൈൻ കട്ടിങ്ങോട് വിട്ട് വരുന്നത് വിത്ത് ലൈനിങ് ആട്ടോ. റെഡി ടു ഡിസ്പാച്ച് പ്രൊഡക്റ്റ് ആണ്, ആരും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മൺഡേ തന്നെ നമ്മൾ ഇവിടുന്ന് ഈ പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളാം.